വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹതിയാകുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിക്കുവാൻ തൊക്കോണം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന, വായിക്കുന്ന, ധ്യാനിക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പുതിയ ഉണർവും അങ്ങോട്ടുള്ള ഭയവും ഭക്തിയും അങ്ങയിലുള്ള വിശ്വാസവും കൂടുതലായി വർദ്ധിപ്പാൻ മുഖാന്തരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. നല്ല നിലത്ത് വീണ വിത്തുപോലെ നൂറുമേനി ഫലം പുറപ്പെടുവിപ്പാൻ തൊക്കവണ്ണം ഈ വചനം മുഖാന്തരം ഒരുക്കണമേ. ബലഹീന നടീനയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായി 95 സങ്കീർത്തനം 7, 8 തിരുവചനങ്ങൾ. സാംസ് 95 verses 7 and 8. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കയ്യിലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബായിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ദാവീദ് രചിച്ച സങ്കീർത്തനമാണ് 95 സങ്കീർത്തനം. 95 സങ്കീർത്തനത്തിൻ്റെ ആദ്യ തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ നാം ഇപ്രകാരം വായിക്കുകയാണ്: വരുവിൻ, നാം യഹോവയ്ക്ക് പാട്ടുപാടുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളതാകുന്നു. സമുദ്രം അവനുള്ളതാകുന്നു, അവൻ അതിനെ സൃഷ്ടിച്ചു. കരയെയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്താം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ ദാവീദ് വർണ്ണിക്കുന്നതോടൊപ്പം ആരാധനാകുന്ന സകല മഹത്വത്തിൻ്റെയും ഉടയവനാകുന്ന ദൈവത്തെ എപ്രകാരം ജനം കാണണമെന്ന് ദാവീദ് പറയുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ തീർച്ചയായും ദാവീദ് ചെയ്തിരുന്ന കാര്യമാണ് ഇവിടെ നാം വായിക്കുന്നത്. അപ്പോൾ വരുവീൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്താം. ഇത് പറഞ്ഞ ശേഷം ദാവീദ് പറയുകയാണ് 7-ാം വാക്യത്തിൽ, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കയ്യിലെ ആടുകളും തന്നെ. അപ്പോൾ ദൈവവും ജനമായിരിക്കുന്ന നാമും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ദാവീദ് പറയുകയാണ്. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ്റെ കയ്യിലെ ആടുകളും തന്നെ. അപ്പോൾ ആടുകളെയും ഇടയനെയും കുറിച്ച് തിരുവചനത്തിൽ പല ഭാഗത്തും വിവരിക്കുന്നുണ്ട്. ആടും ഇടയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെയും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് വായിക്കുവാൻ തൊക്കണം കഴിയും. പഴയ നിയമത്തിൽ 23-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുകയാണ്: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. അപ്പോൾ ദാവീദിൻ്റെ സങ്കീർത്തനം 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. അപ്പോൾ ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം ആടുകളെ മേയ്ക്കുന്ന തൊഴിൽ എന്നതിലുപരി ആടുകൾക്ക് ആവശ്യമാകുന്ന ഭക്ഷണം കണ്ടെത്തി ആടുകളെ അവിടേക്ക് നയിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഇടയനുണ്ട്. ആടുകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, പുല്ല്, അല്ലെങ്കിൽ അതിനാവശ്യമാകുന്ന വെള്ളം തക്ക സമയത്ത് അതിനെ നൽകുന്ന ഒരു വലിയ ചുമതല ഒരു ഇടയനുണ്ട്. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളിൽ നിന്ന്, മറ്റ് ശത്രുക്കളിൽ നിന്ന് അവയെ സംരക്ഷിക്കുവാനും ആടുകൾക്ക് ഒരു രീതിയിലും ഒരാപത്തും വരാതെ സൂക്ഷിക്കുവാനുമുള്ളൊരു വലിയ ചുമതലയാണ് ഇടയനുള്ളത്. അപ്പോൾ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ സംരക്ഷകനാണ്, ദൈവം നമ്മുടെ പരിപാലകനാണ്, നമുക്ക് വേണ്ടതൊക്കെയും നൽകി നമ്മെ വഴി നടത്തുന്നവനാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല, എനിക്കൊന്നിനും ഒരു കുറവ് ഉണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു.
അപ്പോൾ ദൈവം എങ്ങനെയാണ് തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നത്, അവർക്ക് വേണ്ടതൊക്കെയും ദൈവം നൽകുന്നത് എന്ന് ദാവീദ് ഇവിടെ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ഒരു ഇടയൻ എങ്ങനെ ആടുകളെ പരിപാലിക്കുന്നുവോ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ദൈവം നമ്മെ പരിപാലിക്കുന്നു, നമുക്ക് വേണ്ടത് നൽകുന്നു, നമുക്ക് ആവശ്യമാകുന്നത് അനുദിനം നമുക്ക് നൽകുന്നു എന്ന് വിളംബരം ചെയ്യുകയാണ് 23-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ്. ആ ദാവീദ് തന്നെയാണ് 95-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കയ്യിലെ ആടുകളും തന്നെ. അപ്പോൾ ഒരു ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം, ഇടയന് ആടുകളുടെ മേലുള്ള ഉത്തരവാദിത്വം, ആടുകളെ പരിപാലിക്കേണ്ട ചുമതലകളൊക്കെ നാം വായിക്കുമ്പോൾ തന്നെ തുടർന്ന് ദാവീദ് പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ. അപ്പോൾ ഇടയനും ആടുകളും തമ്മിലൊരു ബന്ധമുള്ളപ്പോൾ ഇടയൻ പറയുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് കേൾക്കുന്ന ഒരു ആട്ടിൻകൂട്ടമാണ് അവനോടൊപ്പം ഇപ്പോഴും ഉണ്ടാകുന്നത്. ഇത് നാം യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നത് നമുക്ക് വായിക്കുവാൻ തക്കോണം കഴിയും. 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം, വാതിൽ കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു. 10-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് യേശു നല്ല ഇടയൻ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൻ വാതിലൂടെ കടക്കാതെ വേറെ വഴിയിലൂടെ കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു, വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. വാതിൽ കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഇടയൻ്റെ ശബ്ദം ആടുകൾക്ക് തിരിച്ചറിയാം. അതോടൊപ്പം തന്നെ തൻ്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുവരുന്നു. ഓരോ ആടിനും പേര് ഇട്ട് ആ ഒരു വലിയ ബന്ധം ഇടയനും ആടുകൾക്കുമുണ്ട് എന്ന് നാം ഇവിടെ കാണുകയാണ്. വീണ്ടും അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധമാണ്. ഇടയൻ ആടുകളോടുള്ള ബന്ധം പോലെ തന്നെ ആടുകൾക്കും ഇടയനോട് ഒരു വലിയ ബന്ധം ഉണ്ട് എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. പുതിയ നിയമത്തിൽ നാം ഇത് വായിക്കുകയാണ്. അപ്പോൾ ആ ഒരു വലിയ ബന്ധം ദൈവവും താൻ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന തൻ്റെ ജനതയും തമ്മിലുണ്ട് എന്ന് ദാവീദ് പ്രതിപാദിക്കുകയാണ്. എന്നിട്ട് ദാവീദ് പറയുന്നു 95-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൻ്റെ 2-ാം ഭാഗം, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിബായിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ ഈ ആടുകൾക്ക് ഇടയൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയണമെങ്കിൽ ആടുകൾ എപ്പോഴും ചെവി കോർത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവൻ്റെ ആ ആടുകളെ എങ്ങനെയാണ് ഇവിടെ നാം വായിക്കുന്നത്, മെരീബായിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹൃദയകാഠിന്യം വരുമ്പോൾ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയുകയില്ല. എങ്ങനെയാണ് ഹൃദയം കഠിനമാകുന്നത്? അതിന് ഉദാഹരണം ഇവിടെ ദാവീദ് പറയുകയാണ്, മെരീബായിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് നയിക്കുമ്പോൾ അവർ പല സന്ദർഭങ്ങളിലും ദൈവത്തോട് പിറുപിറുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെ പിറുപിറുത്ത ഒരു സംഭവം നാം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘവും സീൻ മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച അവർ ദെഫെദീമിൽ പാളയമടിച്ചു. അവിടെ ജനത്തിന് കുടിക്കുവാൻ വെള്ളമില്ലാതിരുന്നു. അതുകൊണ്ട് ജനം മോശയോട് കലഹിച്ചു, ഞങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം തരിക എന്നവർ പറഞ്ഞു. അതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് കലഹിക്കുന്നത് എന്തിന്? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്നാൽ അവിടെ വെച്ച് ജനം വെള്ളത്തിനായി ദാഹിച്ചു. അവർ മോശയ്ക്കെതിരായി പിറുപിറുത്തു, ഞങ്ങളും ഞങ്ങളുടെ മക്കളും മൃഗങ്ങളും ദാഹം കൊണ്ട് മരിക്കേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് അവർ ചോദിച്ചു. മോശ യഹോവയോട് നിലവിളിച്ചു, ഞാൻ ഈ ജനത്തിന് എന്താണ് ചെയ്യേണ്ടത്? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ
എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രയേലിലെ ഏതാനും മൂപ്പന്മാരെ കൂട്ടിക്കൊണ്ട് നീ നദിയിൽ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുമ്പായി പോകുക. ഞാൻ അവിടെ ഹോരേബിൽ നിൻ്റെ മുമ്പാകെ പാറമേൽ നിൽക്കും. നീ പാറയിൽ അടിക്കണം, ജനത്തിന് കുടിക്കുവാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. മോശ ഇസ്രായേൽ മൂപ്പന്മാർ കാണെ അങ്ങനെ ചെയ്തു. അപ്പോൾ ഈ യാത്രയിലുടനീളം ദൈവം ഇസ്രായേൽ മക്കളെ നയിക്കുകയാണ്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണായും അവരെ നയിക്കുക എന്ന് പറയുമ്പോൾ, പകൽ മേഘസ്തംഭം, പകൽ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അതികഠിനമായ ചൂടേറ്റവർ തളർന്നു പോകാതിരിക്കുവാൻ തക്കവണ്ണം സൂര്യന് കവചമായിട്ട് മേഘം കൊണ്ട് ആ സൂര്യനെ മറച്ച് അപ്രകാരം അവരെ മരുഭൂമിയിലൂടെ നടത്തുവാൻ ദൈവം പകൽ മേഘസ്തംഭമായിട്ട് കടന്നു പോവുകയാണ്. രാത്രി അഗ്നിത്തൂണ്. രാത്രി എന്ന് പറയുമ്പോൾ ഇരുട്ടിൻ്റെ അവസ്ഥയിൽ അവിടെ മൃഗങ്ങൾ അല്ലെങ്കിൽ ഇഴജന്തുക്കളൊക്കെയും ഉള്ള സാഹചര്യത്തിൽ അവരെ സംരക്ഷിക്കുവാൻ, അവർക്ക് കാണുവാൻ തക്കവണ്ണം രാത്രി അഗ്നിത്തൂണായിട്ടും ദൈവം അവരെ നയിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് രാവും പകലും ദൈവത്തിൻ്റെ കാവൽ അവരോടൊപ്പം ഉണ്ട്. മാത്രമല്ല, വലിയ അത്ഭുതങ്ങൾ അവർ കണ്ടുകൊണ്ടാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം 10 ബാധകൾ അയക്കുന്നത് കാണുകയും ഇസ്രയേലിലെ ആദ്യജാതന്മാരെയൊക്കെയും ദൈവം സംഹരിച്ചത് കാണുകയും തുടർന്ന് അവരുടെ യാത്ര മുമ്പോട്ട് പോകുവാൻ തടസ്സമായിരുന്നൊരു സാഹചര്യത്തിൽ ദൈവം അവരെ ആ ചെങ്കടലിനെ പിളർന്നക്കരെ കടത്തുക മാത്രമല്ല, ഫറവോനെയും സൈന്യത്തെയും പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്ത കാഴ്ച കണ്ട് അതനുഭവിച്ച് കടന്നു വന്ന ഈ ജനമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവർ അനുഭവിക്കുമ്പോൾ തന്നെ അവർക്ക് വെള്ളമില്ലാതെ വരുമ്പോൾ മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നത്. മോശയ്ക്കെതിരെ പിറുപിറുക്കുക എന്ന് പറയുമ്പോൾ മോശയെ ആ ചുമതല ഏൽപ്പിച്ച ദൈവത്തിനെതിരെ അവർ പിറുപിറുക്കുകയാണ്. അപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. വലിയൊരു അത്ഭുതം അവിടെ പാറയിൽ നിന്ന് വെള്ളം നൽകുവാൻ ദൈവം മോശയിലൂടെ പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുകയാണ്. നാം അത് വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. ഇസ്രായേൽ മക്കൾ കലഹിക്കുകയും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് യഹോവയെ പരീക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് മസ അല്ലെങ്കിൽ പരീക്ഷ എന്നും മെരീബ അല്ലെങ്കിൽ കലഹം എന്നും പേരിട്ടു. അപ്പോൾ ഈ യാത്രയിൽ അവർ പിറുപിറുക്കുകയും ദൈവത്തിനെതിരെ പിറുപിറുത്തതിൻ്റെ ഫലമായി ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്ത ആ സ്ഥലത്തും ആണ് മസായും മെരീബായും എന്നവിടെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ദാവീദ് 95-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, മെരീബായിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ദൈവം തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറന്ന് പിറുപിറുത്ത ആ ഒരു സ്ഥലം ആണ് മസായും മെരീബായും. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ദാവീദ് പറയുകയാണ്. കാരണം അങ്ങനെ ദൈവശബ്ദം കേൾക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെയും കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തോട് മറുതലിക്കുകയോ പിറുപിറുക്കുകയോ ഹൃദയം കഠിനപ്പെടുകയോ ചെയ്താൽ ഒരിക്കലും ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. ദൈവശബ്ദത്തെ തിരിച്ചറിയാത്തിടത്തോളം കാലം ദൈവത്തിൽ ആശ്രയിക്കുവാൻ കൊണ്ട് നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുവാൻ കോണം ഉള്ള മുഖാന്തരമായി തീരും. എന്നിട്ട് ദാവീദ് പറയുകയാണ്, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികൾ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. നമുക്കറിയാം, കനാനിലേക്ക് പ്രവേശിക്കുവാൻ ദിവസങ്ങൾ മാത്രമുണ്ടായിരിക്കെ ദൈവത്തെ സംശയിച്ചതിന്, ദൈവത്തെ വിശ്വസിക്കാത്തതിൻ്റെ ഫലമായി അവർക്ക് ലഭിച്ച ശിക്ഷ 40 വർഷങ്ങൾ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുക മാത്രമല്ല 20 വയസ്സിന് മുകളിലുള്ളവരൊക്കെ മരുഭൂമിയിൽ പട്ടുപോവുകയാണ്. നാം ഓർക്കുക, 600,000 വരുന്ന 6 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനത 40 വർഷം കൊണ്ട് ഈ മരുഭൂമിയിൽ പട്ടുപോവുകയാണ്. അവർക്ക് കനാനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത വിധം ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട് നാം കാണുകയാണ്. കാരണം ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവരുടെ ഹൃദയം കഠിനപ്പെടുകയാണ്. ഈ സംഭവം മാത്രമല്ല, കനാൻ ഒറ്റുനോക്കുവാൻ തക്കവണ്ണം ദൈവം മോശ വഴി 12 ഗോത്ര തലവന്മാരെ അയക്കുമ്പോൾ 10 പേർ മടങ്ങി വന്ന് ദൈവത്തെ സംശയിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ അവർ നൽകുകയാണ്. കാലേബും യോശുവയും ഒഴികെയുള്ള 10 പേർ അങ്ങനെ പറയുമ്പോൾ ദൈവം അതിൽ കോപിക്കുകയാണ്. കാലേബിനും യോശുവയ്ക്കും 20 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രമേ കനാനിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അവസരം കൊടുത്തുള്ളൂ. കാരണം അവരുടെ ഹൃദയം കഠിനപ്പെടുകയാണ്.
അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ എപ്പോഴും ഓർക്കുവാൻ തൊക്കണം അവന് കഴിയണം. അതാണ് ആദ്യ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ ദൈവം ആരാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. ദൈവത്തെ ആരാധിച്ച് ഏത് അവസ്ഥകളിലും ദൈവത്തെ ആരാധിക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയും ദാവീദ് വിവരിച്ചതിന് ശേഷമാണ് നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്തരുത് എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ദൈവത്തെ അന്വേഷിച്ചും ദൈവകൃപയിലും മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും അപ്രതീക്ഷിത പ്രയാസങ്ങൾക്കും കടന്നു വരുമ്പോൾ നാം ഈ ഇസ്രായേൽ ജനതയെപ്പോലെ ദൈവത്തെ സംശയിക്കുന്നവരാണോ? ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ പരാതിപ്പെടുന്ന, പിറുപിറുക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കുക. ഉണ്ടെങ്കിൽ ഇവിടെ നാം വായിക്കുകയാണ്, ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ദൈവം ആ അവസ്ഥയിൽ വെച്ച് പറയുകയാണ്, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. കനാനിലേക്ക് അവർക്ക് പ്രവേശിക്കുവാൻ എന്നൊക്കെ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തെ സംശയിക്കുന്ന, ഹൃദയം കഠിനപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിപ്പാൻ എന്നൊക്കെ നമുക്ക് കഴിയാതെ വരും എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഹൃദയം കഠിനപ്പെട്ട് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത്, ദൈവം തരുന്ന നന്മകളെ ഓർത്ത് നന്ദി പറയുവാൻ, അത് ഓർക്കുവാൻ നമുക്ക് കഴിയില്ല. നാം ഒരു അൺഫെയ്ത്ത്ഫുൾ ഹാർട്ട് അല്ലെങ്കിൽ അൺതാങ്ക്ഫുൾ ഹൃദയം നമുക്ക് ഉണ്ടാകും. ദൈവം തരുന്ന നന്മകളെ ഓർത്ത് നന്ദി പറയുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നാം നീക്കപ്പെടും. കാരണം നമുക്കില്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് നാം ചിന്തിക്കുക. എന്നാൽ അതിലുപരിയായി എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് ഇന്നും ഈ പ്രയാസങ്ങളുടെ നടുവിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. മറ്റനേകർക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ, അനേകരെ ഏറെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലും നമുക്ക് നൽകിയിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും എത്ര വലുതാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇല്ലാത്തതിനെക്കുറിച്ച് അല്ലെങ്കിൽ കടന്നു വന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് പരാതിപ്പെട്ടും പിറുപിറുത്തും ദൈവത്തിനെതിരെ നാം സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നന്ദിയില്ലാത്തൊരു ഹൃദയം ആണ് നമുക്കുള്ളതെന്നുള്ളതാണ്. അത് ഒന്നാമത്. രണ്ടാമത് നാം മനസ്സിലാക്കുന്നത്, പിന്നീട് നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയാതെ വരും. ഹൃദയം കഠിനപ്പെട്ട് കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടേതാകുന്ന ചിന്തകൾ, ദൈവശബ്ദത്തെ തിരിച്ചറിയുവാൻ, ദൈവശബ്ദത്തെ കേൾക്കുവാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് അത് നമ്മെ ആക്കി തീർക്കും. മൂന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങളുണ്ടാകും. ദൈവത്തെപ്പോലും നാം സംശയിക്കും. ദൈവം പറയുന്നത് ശരിയാണോ? ദൈവം എന്തുകൊണ്ടാണ് എന്നെ ഇപ്രകാരമാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുകയാണ്. അപ്പോൾ ഹൃദയം കഠിനപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ വിപത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുകയാണ്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇത് തന്നെ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ നിങ്ങൾ എന്നെ പ്രകോപിച്ചപ്പോൾ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും 40 വർഷം എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് കോപമുണ്ടായി. അവർ എപ്പോഴും തങ്ങളുടെ ഹൃദയം കൊണ്ട് തെറ്റിപ്പോകുന്നവർ എന്നും എൻ്റെ വഴികൾ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇവിടെ ഇതുതന്നെയാണ് നാമും വീണ്ടും വായിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ ആരും പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസം ഉള്ളിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുന്നുവെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീരുകയുള്ളൂ. നമുക്കറിയാം, ദൈവവിശ്വാസത്തിൽ ജീവിച്ചിരുന്ന, ദൈവഭയത്തിൽ ജീവിച്ചിരുന്ന പലരുടെയും ദാരുണമായ അവസാനം, വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് നഷ്ടപ്പെട്ടു പോയാൽ പലരെയും ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ നാം കണ്ടിട്ടുണ്ടാകും. കാരണം എന്താണ്? അവരുടെ യാത്രയിൽ, ആത്മീയ ജീവിതയാത്രയിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവത്തെ സംശയിക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത അവസ്ഥയിൽ അവരുടെ ഹൃദയം കഠിനപ്പെടുകയാണ്. ആ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. പിന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെയും വ്യാജമാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകുക. അതുമൂലം അവരുടെ ആത്മീയമായി അവർ നഷ്ടപ്പെടുകയാണ്. അവർ മരിക്കുകയാണ്. ആത്മാവ് മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. വീണ്ടും നാം ഇബ്രായലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം, മുമ്പ് സംസാരിച്ചതുപോലെ വളരെ കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം എന്നൊരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം
കേൾക്കുന്ന നാം ഒരിക്കലും ജീവിത സാഹചര്യങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്ന് നമ്മുടെ ഹൃദയം കഠിനപ്പെടാതിരിക്കുവാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതൊരുപക്ഷെ വേദനയുണ്ടാക്കുന്ന സംഭവങ്ങളാകാം, മരണം, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഉറ്റവർ ഈ ലോകത്തു നിന്ന് നീക്കപ്പെടുന്ന സാഹചര്യങ്ങളാകാം. അവിടെയൊന്നും നാം ദൈവത്തെ സംശയിക്കരുത്. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാത്രം ചെയ്യുന്ന ദൈവമാണ് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. അത് നാം തിന്മയെന്ന് നമുക്ക് തോന്നിയാൽ പോലും കാലങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ പിന്നിലെ നന്മ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും അപ്രതീക്ഷിതമാകുന്ന പ്രയാസങ്ങൾ നേരിടേണ്ട സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. മരുഭൂമി യാത്രയിലായിരുന്ന ഇസ്രായേൽ ജനതയെപ്പോലെ വെള്ളമില്ലാതിരുന്നൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ അവർ ദാഹിച്ച് വരണ്ടിരിക്കുന്നൊരു സാഹചര്യം. അവിടെ ദൈവത്തോട് അപേക്ഷിക്കുന്നതിന് പകരം, ദൈവത്തോട് യാചിക്കുന്നതിന് പകരം ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്കുണ്ടായത്. അതിൻ്റെ ഫലം നാം അവിടെ വായിച്ചു തിരുവചനത്തിൽ. അവർ ദൈവത്തെ ദുഃഖിപ്പിച്ച് ദൈവം അവരെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ അവരെ ശിക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണുവാൻ തക്കോണം കഴിയുന്നത്. നമ്മുടെയൊക്കെയും ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഈ യാത്രയുടെ ഒരു അവസാനം എന്താണ് എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴും നമുക്കുണ്ടാകണം. ഈ ജീവിതയാത്രയുടെ അവസാനം മരണം വഴി ഈ ലോകത്ത് നിന്ന് നാം നീക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തേണ്ടതാണ്. ആ ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ ഈ യാത്രയിൽ നാം ദൈവത്തെ വിശ്വസിച്ച്, ദൈവം ആരാണ്? അവൻ നമ്മുടെ ദൈവവും നാം അവൻ്റെ ജനവുമാണ്. ഒരാടും ഇടയനെപ്പോലെയുള്ള ഒരു വലിയ ബന്ധം ദൈവവും നമുക്കുമായി ഉണ്ടാകണം. ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും കേൾക്കുവാൻ നമുക്ക് കാതുകൾ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് നയിക്കണം. അവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നാലും ദൈവശബ്ദത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശബ്ദത്തെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റേതാകുന്ന ഇഷ്ടപ്രകാരം മുമ്പോട്ട് പോകാൻ കൊണ്ട് നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം വിജയകരമായി പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രാഗൽഭ്യത്തോടുകൂടി എനിക്ക് നിങ്ങൾക്കും പോകുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് കനാൻ എന്ന ആ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയിൽ അനേകർ പട്ടുപോയത് അവരുടെ അവിശ്വാസമാണ് എങ്കിൽ, നമ്മുടെ ജീവിതയാത്രയിൽ നാം ഈ ലോക ജീവിത യാത്രയിൽ നമുക്കിതിന് ശേഷം ഒരു കനാൻ നമുക്കായി ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. കനാൻ എന്ന് പറയുമ്പോൾ സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ അവസ്ഥയാണ്. ആ സ്വർഗീയ കനാനിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ്, ദൈവത്തിലുള്ള ശരണമാണ്. ദൈവം ആരാണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ചോദ്യങ്ങൾ ഉയർത്തുവാൻ നമ്മൾ ആരുമല്ല. ഒരാടിന് ഇടയനുമായിട്ടുള്ള ബന്ധം പോലെ നമുക്ക് ആ ദൈവവുമായിട്ടൊരു വലിയ ബന്ധം നമ്മുടെ ആത്മീയ ജീവിത യാത്രയിൽ ഉണ്ടാകുമ്പോഴാണ് അത് അനുഗ്രഹങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ഹൃദയം കഠിനപ്പെട്ടു പോയാൽ പലപ്പോഴും ദൈവശബ്ദത്തെ തിരിച്ചറിയുവാനോ ദൈവശബ്ദത്തെ അനുസരിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് നാം ആയിത്തീരും. സദൃശവാക്യം 29 അധ്യായത്തിൻ്റെ 1 തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുകയാണ്: പല പ്രാവശ്യം ശാസിക്കപ്പെട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ പരിഹാരമില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. ശാഠ്യം, ഹൃദയം കഠിനപ്പെട്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ശാഠ്യം. ഞാൻ പറയുന്നതാണ് ശരി, മറ്റാരും പറയുന്നത് ശരിയല്ല, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് കഴിയുമ്പോൾ നാം ആയിത്തീരുകയാണ്. അങ്ങനെ വരുമ്പോൾ ദൈവം ഒരിക്കലും പെട്ടെന്ന് നമ്മെ ശിക്ഷിക്കുകയില്ല. ദൈവം അവസരങ്ങൾ തരും. കാരണം ഒരു മനുഷ്യനും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഓരോ ആത്മാവും ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ വിലയാണുള്ളത്. കാരണം അവൻ ഈ ഭൂമിയിലേക്ക് തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചത് മനുഷ്യനെ നശിപ്പിക്കുവാനല്ല, പിന്നെ അവനെ രക്ഷിക്കുവാനത്രേ. കർത്താവ് രക്ഷിക്കുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. വലതുവശത്ത് കിടന്ന കള്ളനോട് അവനെ നീ ഇന്ന് പറുദീസയിൽ ആയിരിക്കും എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ സ്നേഹമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ആരും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹൃദയം കഠിനപ്പെട്ടതായാലും അവിടെ നമുക്ക് അവസരങ്ങൾ ദൈവം നൽകും. പക്ഷേ ഈ അവസരങ്ങൾ നാം ഉപയുക്തമാക്കാതെ ഹൃദയം കഠിനപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് സദൃശവാക്യം 29 അധ്യായം 1 തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. പല പ്രാവശ്യം ശാസിക്കപ്പെട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ പരിഹാരമില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. അവസരങ്ങൾ നൽകി അവസരങ്ങൾ ഉപയുക്തമാക്കാതെ അനുദപിക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് ലഭിക്കുന്ന ശിക്ഷ വളരെ വലുതാണ്. ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി ആയിത്തീരുമെന്ന് ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ കടന്നു വന്നാൽ പോലും
നമ്മുടെ ദൈവം അറിയാതെ അത് സംഭവിക്കുന്നില്ല. ഇടയനറിയാതെ ആടുകൾക്കൊന്നും സംഭവിക്കുന്നില്ല. ആടുകളെ സംരക്ഷിക്കുന്ന ഇടയനെ പോലെ നമ്മെ ഓരോ ദിവസവും പച്ചയായ മേൽപ്പറങ്ങളിലേക്ക് നടത്തുന്ന നമ്മുടെ കർത്താവ്, ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട്, ശരണപ്പെട്ടുകൊണ്ട്, അവൻ്റെ ശബ്ദത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടും അനുസരിച്ചും മുമ്പോട്ട് പോയി അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ഈ വചനം കേട്ട നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.